അപ്പോൾ നമുക്കൊരു മീൻ പൊള്ളിച്ചതായാലോ. അതിന് നമുക്കിന്ന് കിട്ടിയേക്കുന്ന മീൻ പറ്റയാണ്. അതിന് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി കുട്ടപ്പനക്കൊക്കെ എടുത്തിട്ടുണ്ട്, വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കത് മാഗ്നേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇതാ ഒരു അരമുറി ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടുണ്ട്. മിക്സ് ഒന്ന് റെഡി ആവാനായിട്ട് ഇതാ മിക്സ് നമുക്ക് മീനുമേ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഇതാ നല്ല തേച്ച് നമ്മൾ നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ നല്ലോണം ഒന്ന് ഫില്ലാവണം. ഓക്കെ, ഇതാ ഇതേപോലെ. പിന്നെ ഞാൻ ഇത്തിരി കാശ്മീരി ചില്ലി ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിന്നെ ഒരു 3-4 ഉള്ളിയും കൂടി നമ്മൾ എടുത്തിട്ട് ഇതാ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 3 സവാള ഞാനെടുത്ത് അതും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് ഓർത്ത് ഇതാ ഇഞ്ചിയും ഒരു കഷ്ണം ഇഞ്ചിയും എടുത്ത് അത് ചോപ്പ് ചെയ്ത് പിന്നെ ഇതാ നമ്മൾ പാൻ വെച്ചിട്ട് ഇതാ വേപ്പിലേക്ക് ഇട്ട് അതിൻ്റെ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ. ഇതാ മീനപ്പോൾ വറുക്കാനിട്ടുണ്ട്. അന്നേരം കൊണ്ട് ഞാൻ വേഗം പോയി തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതാ അതിനെ മാറ്റി അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള അതിനകത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് വേഗം പോയി ഞാനൊരു പാലിലെടുത്തുകൊണ്ട് വന്ന് വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് വാടി അതിനകത്തേക്ക് കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് നല്ലോണം വാട്ടിയിട്ടാണ് ഞാൻ തക്കാളി ഇട്ടേക്കണത്. അപ്പോഴത്തേക്കും ഇതാ വേഗം ആ വാഴയിലേക്കൊന്ന് വാട്ടിയെടുത്ത് നമ്മളത് വാട്ടിയില്ലെങ്കിൽ വാഴയിൽ കീറിപ്പോവും. അതുകൊണ്ടാണ് ഇതാ അപ്പോഴത്തേക്കും മിക്സൊക്കെ നല്ലോണം റെഡി ആയിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കളർഫുള്ളാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിതാ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വാഴയിലോട്ട് ഇതാ മിക്സ് ഇട്ട് ഇതാ മീനയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നല്ല ഗ്രേവിയിൽ നല്ല പൊതിഞ്ഞെടുക്കണം. ഇതാ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലോണം വാഴയില നല്ലോണം വാടിയില്ല, അതുകൊണ്ടാണ് കീറിപ്പോയത്. എന്തെങ്കിലും വേറെ വാഴയിലേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിനുശേഷം ആ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് വെച്ചിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് മറിച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം റെഡി. ഇതാ നിങ്ങൾ തന്നെ നോക്ക്, ഇതെന്തൊരാ നല്ല കളർഫുൾ നോക്കണ്ട, നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ്.